ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണാം. ആ ചാർട്ടിൽ കുറേ റെഡ് ക്യാൻഡിൽസ് കാണാം, കുറേ ഗ്രീൻ ക്യാൻഡിൽസ് കാണാം. അപ്പോൾ ഏതൊരു ബിഗിനർ കാണുമ്പോഴും അവിടെ സ്റ്റക്ക് ആവും. ലൈക്ക് എന്താണ് ഈ ക്യാൻഡിൽസ് എന്നൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാർട്ടിൻ്റെ ഏറെക്കുറെ ഒരു ധാരണ കിട്ടും. സ്റ്റോക്കിൻ്റെ ചാർട്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അപ് ട്രെൻഡ് ആണോ അതോ ഡൗൺ ട്രെൻഡ് ആണോ അതോ സൈഡ് വേസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ലൈക്ക് ആ ചാർട്ടിൽ കാണുന്ന ക്യാൻഡിൽസ് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് അപ് ട്രെൻഡ് എന്ന് പറയാം, അതിങ്ങനെ താഴോട്ട് വരുവാണെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. അത് പക്ഷേ ഒരു സർട്ടൈൻ ഏരിയയിൽ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സൈഡ് വേ മൂവ്മെന്റ് എന്നും പറയാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റോക്കിലുള്ള എൻട്രി, ലൈക്ക് ആ സ്റ്റോക്ക് ഇപ്പം മേടിക്കണോ വേണ്ടേ എന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഈ പച്ചയും ചോപ്പോ കാണിക്കുന്നില്ലേ, ഒരു പച്ച ക്യാൻഡിൽ ഒരു ചോപ്പ് ക്യാൻഡിൽ അതൊക്കെ അതിൻ്റെ ടൈം സ്പാനിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആവാം, 10 സെക്കൻഡ് ആവാം, ഒരു മിനിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആവാം, അല്ലെങ്കിൽ ഒരു വീക്ക്, അല്ലെങ്കിൽ ഒരു ഡേ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പച്ചയും റെഡ് കളർ എന്ന് പറയുന്നത് ഗ്രീന് വെച്ചിട്ട് നമ്മളുടെ പ്രൈസ് മുകളിലേക്ക് പോയി എന്നും റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാൻഡിലിൻ്റെ മുകളിലും താഴെ 2 കോലുണ്ട്, വിക്സ്. ആ വിക്സ് പറയുന്നത് പ്രൈസ് എത്ര വരെ മുകളിലേക്ക് പോയി എന്നും എത്ര വരെ താഴേക്ക് വന്നു എന്നുമാണ്. കൂടുതൽ ഗ്രീൻ ക്യാൻഡിൽസ് കാണുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവേണ്ട അവിടെ ഒരു അപ് ട്രെൻഡ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ബയേഴ്സ് ആണ് സ്ട്രോങ്. പിന്നെ കൂടുതൽ റെഡ് ക്യാൻഡിൽസ് കാണുമ്പോൾ അവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്ന് വെച്ചാൽ അവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ഒന്നും ആവാതെ നിങ്ങൾ ചുമ്മാ ഒരു ഗ്രാഫ് തുറന്നു നോക്കിയിട്ട് ഈ ട്രെൻഡൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ.